My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. So, നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ്. ഓക്കെ, നമുക്ക് വരുന്ന ഒരു 7 days ടൈമിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, കാര്യങ്ങൾ, നിങ്ങൾ കേൾക്കേണ്ട മെസ്സേജ്, നിങ്ങൾക്കുള്ള ഡിവൈൻ അഡ്വൈസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ റെഡി ആയിട്ടിരിക്കേണ്ടത്, എന്തിലേക്കാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. ലെറ്റ്സ് സീ വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. എന്താണ് നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ സംഭവിക്കാൻ പോകുന്നത്. റെസ്റ്റ് ആൻഡ് റിജുവിനേറ്റ്. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, വളരെ റെസ്റ്റ്ലെസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പല 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 കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾ അറ്റൻഷൻ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഒരു മെൻ്റൽ പീസിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ശരീരത്തിന് വേണ്ട ഒരു റെസ്റ്റാണ് കിട്ടാൻ പോകുന്നത്. നിങ്ങളത് കൊടുക്കണം എന്നുള്ളതല്ല, പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ അലോ ചെയ്യുന്നത് നിങ്ങൾക്ക് അത്രയും കാമായിട്ട് പീസ്ഫുൾ ആയിട്ട് ഇരിക്കാനുള്ള സിറ്റുവേഷൻ, അതായത് അന്തരീക്ഷത്തിൽ തന്നെ അങ്ങനത്തെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാവുന്നുണ്ട്. പ്രകൃതി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മാറ്റം ഒരുക്കി തരുന്നുണ്ട്. സോ നിങ്ങളും അതിലേക്ക് നിങ്ങളെ അലോ ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈവൻ നിങ്ങൾക്ക് അങ്ങനത്തെ അവസരം വരുന്ന സമയത്തും നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലേ? സോ വരുന്ന സമയത്ത് നിങ്ങൾ എന്ന വ്യക്തിക്ക് നിങ്ങൾ കൂടുതൽ കെയർ ചെയ്യാനും ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി കെയർ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നോ അതൊക്കെ നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക. നിങ്ങൾ റെസ്റ്റ് എടുക്കുക. ചില ആളുകൾക്ക് നിങ്ങൾക്ക് അത്രയും സമാധാനം കിട്ടുന്ന സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്, അത്രയും സമാധാനം ഉണ്ടാവുന്ന ഒരു ചുറ്റുപാട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് വരുന്ന ഒരു 7 days, ഒരു 1 week ടൈമിൽ, അല്ലെങ്കിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ ചില ആളുകൾ നിങ്ങൾ അങ്ങനത്തെ പ്ലേസിലേക്കൊക്കെ യാത്ര ചെയ്യുന്നുണ്ടായിരിക്കണം, നിങ്ങൾക്ക് അത്രയും സമാധാനം തരുന്ന ആളുകളിലേക്ക് നിങ്ങൾ വരുന്നുണ്ടായിരിക്കണം. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ പഠിക്കുന്ന ആളുകൾ, വീട്ടമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മൾട്ടിപ്പിൾ ടാസ്ക് ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ സാഹചര്യം കൊണ്ട് നിങ്ങൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇനി സിറ്റുവേഷൻ നിങ്ങളെ അലോ ചെയ്യുന്നത് നിങ്ങളെ കുറെ കൂടെ കാമാക്കുന്ന, നിങ്ങൾക്ക് കുറെ കൂടെ ഈസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, ആൻഡ് ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് തരുന്നത്, ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവാണ്. നിങ്ങൾ എന്തോ ഒരു കാര്യം നേടിയെടുക്കാൻ പോവാണ്, അച്ചീവ് ചെയ്യാൻ പോവാണ്. വളരെ സക്സസ്ഫുള്ളി ചില അച്ചീവ്മെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോവാണ്. ഐ ക്യാൻ സി സ്റ്റുഡൻസ് ഒക്കെയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു എഫേർട്ടിന് നിങ്ങൾക്ക് വേണ്ട ഒരു റിസൾട്ട്, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ ആയിരിക്കാം. സോ അതിനൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ അത് വിജയത്തിലെത്താനും, അത് വളരെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് ഒരുപാട് പ്രൗഡ് ആയിട്ടുള്ള മൊമെന്റ്സും കൂടെ തരുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഈ ഒരു കാം ആയിട്ടുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കാൻ പോവാണ്. അതിനുവേണ്ടി നിങ്ങൾ അത്രയും നിങ്ങളെ കെയർ ചെയ്യേണ്ട ഒരു ടൈമാണ് ഈ ഒരു 1 week ടൈം, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു കുറച്ച് സമയം എന്ന് പറയുന്നത്. നിങ്ങൾ വളരെ റെസ്റ്റ്ലെസ് ആയി പോകുന്നത് നിങ്ങളുടെ മൈൻഡും ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ അങ്ങനത്തെ അവസ്ഥയിൽ കൂടി ആയിരിക്കാം ചില ആളുകൾ പോയിട്ടുണ്ടായിരിക്കാം. സോ നിങ്ങളുടെ മനസ്സൊക്കെ വളരെ ശാന്തമായിട്ട് വരുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ ചുറ്റുപാടിലൊക്കെ അതുപോലെ നിങ്ങൾക്ക് മനസ്സിന് സമാധാനം തരുന്ന ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് അതിന് വേണ്ടി നിങ്ങൾ ഒരുക്കുകയാണ്. ഓക്കെ, സോ ചില മാറ്റത്തിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കാമാക്കി കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കാമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ലൈഫിൽ അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നത്. സോ നിങ്ങൾ ചില സിറ്റുവേഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ധൃതി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് ഫിയർ, ആങ്സൈറ്റി ഒക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങളെ കാമാക്കി വെക്കുക എന്നുള്ളതാണ്. സാഹചര്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്ന സമയത്തും നിങ്ങളത് പേടിക്കാതെ നിങ്ങളെ കാമാക്കി വെക്കുക. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ചില സിറ്റുവേഷൻ നിങ്ങളെ ശരിക്കും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം വരാനുണ്ട് ലൈഫിൽ. അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പയർഡ് ആണോ, നിങ്ങൾ എത്രമാത്രം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരുക്കി കൊണ്ടുവരുന്നു എന്നുള്ളതൊക്കെ ആരൊക്കെയോ എന്തൊക്കെയോ ഒരു സിറ്റുവേഷൻ അത് ടെസ്റ്റ് ചെയ്യുന്നത് പോലെ.
ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില പരീക്ഷണങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അതുപോലത്തെ ഒരു അവസ്ഥയിൽ കൂടെയൊക്കെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കണം. സോ എന്തൊക്കെ സിറ്റുവേഷനിൽ വരുന്ന സമയത്തും നിങ്ങളെ വളരെ കാമായിട്ട്, നിങ്ങളെ വളരെ പീസ്ഫുൾ ആയിട്ട് കൊണ്ട് നടത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ചില ആളുകൾ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഫിസിക്കലി ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ, ഹെൽത്ത് കുറെ കൂടെ കൺസിഡർ ചെയ്യേണ്ട സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് നിങ്ങൾക്ക് വളരെ മാജിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതും പറയാം. ഓക്കെ, നിങ്ങൾ കൊടുക്കുന്ന ഓരോ എഫേർട്ടും നിങ്ങളുടെ ശരീരം അതുപോലെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ശരീരത്തിലും അതുപോലെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ വളരെ യങ് ആയിട്ട് കാണാൻ പോകുന്ന ഒരു ടൈം കൂടിയാണ്. ഓക്കെ, നിങ്ങളുടെ ശരീരം അതുപോലെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നൊരു ടൈം കൂടിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ചില ആളുകൾ ഓൾറെഡി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് ചില കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർഡ് ആക്കി വെക്കുക എന്നുള്ളതാണ്. ബിക്കോസ് എന്തൊരു ഡിവൈൻ പ്ലാനിങ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അതിന് നിങ്ങൾ ആ ഒരു പേഷ്യൻസ് കാണിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്കുള്ള ഒരു സ്പിരിച്വൽ ചേഞ്ചസ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക്, റൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക്, റൈറ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക്, റൈറ്റ് ആയിട്ടുള്ള മണി, ഓക്കെ, ക്യാഷ്, നിങ്ങൾ അർഹിക്കുന്ന പണത്തിലേക്കുള്ള ഒരു അകലം കുറയുന്നതായിട്ടും ഉണ്ടാവുന്നുണ്ട്. വിച്ച് മീൻസ് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ജോബിലേക്ക് വരുന്നതായിരിക്കാം, നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഏർണിങ്സ് ഉണ്ടാവുന്നതായിരിക്കാം, നിങ്ങൾ വീണ്ടും നിങ്ങളുടെ കരിയർ വളരെ ആക്റ്റീവായിട്ട് ചെയ്യുന്നതായിരിക്കാം. ബിക്കോസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്പിരിച്വൽ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് മണി, ലവ് എല്ലാം ഒരേ രീതിയിൽ അലൈൻഡ് ആയിട്ട് വരുന്നതും ഒരേ രീതിയിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു ടൈമിൽ ഗൈസ് നിങ്ങൾ വളരെ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, വർക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ശരീരം എത്രമാത്രം നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ശരീരം നിങ്ങൾ ആർക്ക് ഷെയർ ചെയ്യുന്നു, നിങ്ങളുടെ ഇമോഷൻസ് ആർക്ക് ഷെയർ ചെയ്യുന്നു, നിങ്ങളുടെ സ്നേഹം ആർക്ക് ഷെയർ ചെയ്യുന്നു, ഇതൊക്കെ വളരെ പ്യുവർ ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഒരു ടൈമാണ്. ബിക്കോസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അതുപോലത്തെ ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. സോ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ചിന്തിക്കുന്നു, ലൈക്ക് ചില ആളുകൾ വളരെ റെസ്റ്റ്ലെസ് ആയിട്ട് ചിന്തിക്കുന്നത് നിങ്ങളുടെ ഒരു ഇമോഷണൽ സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്താണ്. ഓക്കെ, നിങ്ങളെ ഡിസ്റ്റർബ്ഡ് ആക്കുന്ന ചില തോട്ട്സ് ഉണ്ടാവുന്നുണ്ട്. സോ അത് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് നിങ്ങൾ കൂടുതൽ ഇറക്കി വിടാതിരിക്കുക, അതിലേക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇൻസ്റ്റീഡ് നിങ്ങളെ കൂടുതൽ കാമാക്കുക. ബിക്കോസ് ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അറിയില്ല എന്ത് പാത്ത് ചൂസ് ചെയ്യണം, എന്തിലേക്ക് പോകണം. ബിക്കോസ് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങളുടെ മുന്നിൽ യാതൊരു കാര്യം ഉണ്ടാവില്ല മുന്നിൽ. അതായിരിക്കും നിങ്ങൾ പ്രോബബ്ലി കൺഫ്യൂസ്ഡ് ആക്കുന്നത്. മുന്നോട്ടുള്ള വഴി നിങ്ങൾക്ക് യാതൊരു ഐഡിയ ഉണ്ടാവുന്നുണ്ടായിരിക്കില്ല. റൈറ്റ്, ബട്ട് വാട്ട് എവർ, ഇപ്പൊ നിങ്ങൾ ഇനി എന്തിലേക്ക് പോകണം എന്നറിയാത്തൊരു വഴിമുട്ടിയ സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിലും, ഒരുപാട് കൺഫ്യൂസ് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു പ്ലേസിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ വളരെ കാമായിട്ട് സിറ്റുവേഷൻ ഡീൽ ചെയ്യാം, സമയം കൊടുക്കുക. നിങ്ങൾക്ക് ഒരുപാട് റഷ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ചുറ്റുപാടിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഓൾ ഓഫ് സഡൻ വളരെ കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. ആരും നിങ്ങളുടെ അടുത്ത് ഒരുപാട് ശബ്ദിക്കില്ല, ആരും നിങ്ങളുടെ അടുത്ത് ഒരു പ്രശ്നത്തിന് വരില്ല. ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കാൻ സംസാരിക്കുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ എന്താണ് കുറച്ച് സമയമായിട്ട് എന്താണോ നിങ്ങളിങ്ങനെ കേട്ട് ഡിസ്റ്റർബ്ഡ് ആയിക്കൊണ്ടിരുന്നത്, ആ ഒരു കാര്യം നിങ്ങൾ കേൾക്കുന്നില്ല. ഇറ്റ്സ് ലൈക്ക് ഓൾ ഓഫ് സഡൻ അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയ പോലെ, അങ്ങനത്തെ ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കുന്നത് പോലെ. സോ നിങ്ങളുടെ ചെവിക്കൊക്കെ വളരെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്, സമാധാനം നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. നിങ്ങൾ കാത്തിരിക്കാൻ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് അത് പ്രഗ്നൻസിയാണ്. ബിക്കോസ് നിങ്ങളെ കാമാക്കുന്നതും നിങ്ങളെ ക്ഷമയിലേക്ക് കൊണ്ടുവരുന്നതും ഇങ്ങനത്തെ ചില മാറ്റങ്ങൾ നിങ്ങളിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈമിലൂടെയാണ് പോകുന്നത്. റൈറ്റ്, സോ പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകൾ, പ്രഗ്നന്റ് ആവാൻ പോകുന്നുണ്ട് ചില ആളുകൾ. സോ ഈ വീക്കിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് നിങ്ങൾ പ്രഗ്നന്റ് ആണെന്നുള്ളതായിരിക്കാം. ഓർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളായിരിക്കാം. ഓർ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോടുള്ള അപ്രോച്ചിൽ ഉണ്ടാകുന്ന മാറ്റമായിരിക്കാം. ഓക്കെ, അവിടെ നിങ്ങളുടെ പാർട്ട്ണറുടെ ഓരോ പ്രവൃത്തിയും, ഓരോ ആക്ഷനും, ഓരോ പ്രവൃത്തിയും, ഓരോരോ വാക്കുകൾ പോലും നിങ്ങൾക്ക് അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൊണ്ടുവരുന്നുണ്ട്.
ഒരു റിയൽ ഹോം ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അവിടെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ശരീരത്തിന്റെ വെയിറ്റ് കുറയാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. സോ നിങ്ങളുടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, നിങ്ങളുടെ ശരീരം റീബിൽഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ആളുകളുണ്ട്. ഓർ ചില മാറ്റങ്ങൾ നിങ്ങളിൽ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം അത് റിഫ്ലക്ട് ചെയ്ത് വരുന്നുണ്ട്. സോ നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഓക്കെ, സോ അത് ചില ആളുകൾക്ക് ഹെൽത്ത് സിറ്റുവേഷൻ ആണ്. സോ നിങ്ങളുടെ ശരീരം എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ഒരു ബേർഡൻ നിങ്ങളുടെ ശരീരത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിന് പോവുകയാണ്. ഓക്കെ, സോ ഒരു ടൈമിൽ നിങ്ങൾ അന്വേഷിച്ചതോ ഒരു ടൈമിൽ നിങ്ങൾ കണ്ട് ആഗ്രഹിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ലൈഫിലേക്ക് വരികയാണ്. അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കാത്തിരിക്കുന്നത്. ഓക്കെ, സി ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മെസ്സേജ് ആണ്. ലെറ്റ് മീ ടെൽ ദിസ് അഗെയിൻ. ഒരു ടൈമിൽ നിങ്ങൾ കാത്തിരുന്നത്, ആഗ്രഹിച്ചത്, കണ്ട് അസൂയപ്പെട്ടിട്ടുള്ളത് പ്രോബബ്ലി നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾക്കത് ഉണ്ടാവും എന്നുള്ളത്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അറിയാണ്ട് കാത്തിരുന്നു പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് അറിയാം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് എന്നുള്ളത്. വാട്ട് എവർ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം കാത്തിരിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാതെ നിങ്ങൾ കാത്തിരുന്നിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് പ്രതീക്ഷിക്കാതെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരികയാണ്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഈ ഒരു സിറ്റുവേഷൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അവിടെ ഈ കുറച്ച് സമയമായിട്ട് നിങ്ങൾ പോയിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം, എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കണം, ലോസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരിക്കണം, റൈറ്റ്? അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ നഷ്ടമായിട്ട് കാണുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ജോബ് ഇന്റർവ്യൂ നിങ്ങൾ ആഗ്രഹിച്ച പോലെ വന്നിട്ടുണ്ടാവില്ല, നിങ്ങളുടെ എന്തെങ്കിലും ഫൈനാൻഷ്യൽ പ്ലാൻ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ വന്നിട്ടുണ്ടാവില്ല. ബിക്കോസ് ചില കാര്യങ്ങൾ അവിടെ റൈറ്റ് ആയിട്ടുള്ള ഒരു റീപ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അതും എന്താണോ അങ്ങനെ വരാൻ പോകുന്നത് അതും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. സോ ഇത് ഈ ഒരു 1 വീക്ക് ടൈമിൽ വരുന്നൊരു 7 ഡേയ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, എക്സാക്ട്ലി ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. സോ എന്താണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്, നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്, അത് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ്, നിങ്ങളെ തന്നെ ഒരുപാട് റേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ തന്നെ ഒരു പുതിയ ലൈഫ്, എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് കിട്ടുന്ന ഒരു ക്ലാരിറ്റി ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, സോ ചില കാര്യം നിങ്ങൾക്ക് വളരെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാവുന്നത്. എന്താണോ നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആക്കിയിട്ടുള്ളത് അത് ഉണ്ടാവുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നിങ്ങളുടെ സാക്രൽ ചക്ര വളരെ ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആക്ടിവേറ്റ് ആവുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം. ഓക്കെ, സോ ആ സമയത്താണ് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള താല്പര്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. അതുവഴിയാണ് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ചേഞ്ച് ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പിരിച്വൽ ചേഞ്ച് ഉണ്ടാവുന്നത്? നിങ്ങളുടെ സാക്രൽ ചക്ര ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ട്രൂ ഡിസയർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണ്, നിങ്ങളുടെ പവർ എന്താണ്, നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങളുടെ ടാലൻസ് എന്താണെന്നുള്ളത് നാച്ചുറലി തന്നെ ഇറ്റ്സ് ലൈക്ക് ഒരു പാടം, വളരെ ഡ്രൈ ആയി കിടന്നിട്ടുള്ള ഒരു പാടം, അവിടെ മഴ വരുന്ന സമയത്ത് അവിടെ അതിൻ്റെ ഉള്ളിൽ അതുവരെ ഉണ്ടായിട്ടുള്ള വിത്തുകളൊക്കെ മുളയ്ക്കുകയാണ്. ഓക്കെ, സോ ഒരേ കാര്യം തന്നെയല്ല അവിടെ മുളച്ചു വരുന്നത്, പല ക്വാളിറ്റി ഉള്ള കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്. സോ ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എക്സ്പെക്ട് ചെയ്യാം, നിങ്ങളുടെ ഫാമിലി ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാം, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ലൈഫിൽ ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ഒരു ഹാർവെസ്റ്റ് പോലെയാണ് നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട്, കൊയ്യുന്നത് പോലെയാണ്. ഓക്കെ, സ്നേഹം മെയിൻലി, ലൈക്ക് നിങ്ങൾക്ക് സ്നേഹം, എസ്പെഷ്യലി നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അത്രയും മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. വളരെ ഒരു സമാധാനം നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത് സി ഗൈസ്, ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീകണക്ഷൻ ഉണ്ടാവുന്നുണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നുണ്ട്, ക്ലോസ്നെസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നന്നായിട്ട് കേൾക്കുന്നുണ്ട്, ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്, ഗ്രേറ്റ് റൊമാൻസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവണം. സോ ചില ആളുകളായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ എഫേർട്ട്ലെസ്ലി അതൊക്കെ സോൾവ് ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ചില ആളുകളുമായിട്ട് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് അതായിരിക്കും നിങ്ങൾക്ക് വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു എൻവയോൺമെന്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലും എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ടെങ്കിലോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലോ ട്രസ്റ്റ് യുവർ സെൽഫ് ഗൈസ്. ഓർ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ
സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ശരീരം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് എവിടെ നിന്ന് നിങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പം എവിടെ നിൽക്കുന്നു, എന്തായി, അതൊന്നും മാറ്റർ ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. ബിക്കോസ് അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്കത് വിജയിച്ച് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ഇത് എത്രമാത്രം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് പറയാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.